ആ വന്നോ? ഞാൻ വരുന്ന വഴിക്ക് ബാബുവിന്റെ വീട്ടിലൊന്ന് കയറി. വല്ലാത്തൊരു ചെയ്ത്തായി. ഇപ്പൊ ഞാനും പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അതൊരു പണിയാ കാണിച്ചു. എന്നിട്ട് ഭാര്യയും പിള്ളേരെയും കുറിച്ച് ഓർക്കണ്ടേ? അയ്യോ സത്യം. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? ഞാൻ ആ ടൗണിലോട്ട് പോകാൻ നേരത്ത് അപ്പുറത്തെ ശാന്തിനി നടന്നു പോകുന്നു. അപ്പോൾ ഞാൻ അവൾക്കൊരു ലിഫ്റ്റ് കൊടുത്ത്. അവളായി പറഞ്ഞേ ഈ ഇങ്ങനെ ആയിരുന്നോ അവന്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശാന്തിനിക്ക് ലിഫ്റ്റ് കൊടുത്തു? ആ തൊട്ടപ്പുറത്തെ വീട്ടിലല്ലേ. നിങ്ങൾക്ക് മര്യാദയുണ്ട്. നിങ്ങൾക്ക് മര്യാദ. ലിഫ്റ്റ് കൊടുക്കും. തൊട്ടപ്പുറത്തെ വീട്ടിലെ പെണ്ണ് നടന്നു വരാൻ അറിയത്തില്ല. നിങ്ങൾ ഇനി ലിഫ്റ്റ് കൊടുത്തിട്ട് വേണം. അവർക്ക് എന്താ ബസ് കയറി വരണം, അല്ലെങ്കിൽ നടന്നു വരും, അല്ലെങ്കിൽ ഓട്ടോ കയറി. നിങ്ങൾക്ക് എന്ത് ഇത്ര ദണ്ണം എന്തുവാ? നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ വണ്ടിക്കകത്ത് കയറ്റി ലിഫ്റ്റ് കൊടുത്താലേ അവളിങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. കണ്ടോ ആ അപ്പുറത്തെ ഇവളുമാർ നോക്കിയിരിക്കും. അടുത്ത ദിവസം ഞാൻ അയൽക്കൂട്ടത്തിന് പോകുമ്പോൾ ഇതെല്ലാം ഞാൻ കേൾക്കേണ്ടി വരും. അവൻ്റെ വണ്ടിയെ വേറൊരുത്തിയെ കയറ്റുന്നു. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം പറയും ഓട്ടോ കയറിപ്പോ, ബസ് കയറിപ്പോ. അവർക്ക് ലിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് എന്തേലും ഒരു മര്യാദയുണ്ടോ? മര്യാദ കേട്ട മനുഷ്യൻ. തൊട്ടപ്പുറത്തെ വീട്ടിലെ പെണ്ണ് നടന്നു വന്നു, അല്ലെങ്കിൽ അവിടെ ഭർത്താവ് അവർക്ക് ലിഫ്റ്റ് കൊടുത്തോളും. അവർക്ക് നടന്നു വരുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തോ ഇത്ര ദണ്ണം എന്തുവാ? മര്യാദ ഇല്ലാത്ത മനുഷ്യൻ. എന്നാ എനിക്ക് നിങ്ങൾ ഇനി എന്നോട് മിണ്ടിപ്പോയേക്കരുത്. എന്നോട് മിണ്ടരുത് നിങ്ങള്. ഇപ്പൊ മനസ്സിലായി ബാബു എന്തിനാ ആത്മഹത്യ ചെയ്തതെന്ന്.